ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ തണ്ണിക്കടവക്ക് പോയത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോകണത്. നമ്മളെ സ്വന്തം വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ അപ്പുറത്തെ അമ്മോനൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ അമ്മോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. നമ്മളെ വീട്ടിലേക്ക് ഓരല്ലേ. പിന്നെ അപ്പോൾ ഇതാ റിയമോള് തലേന്ന് വിരുന്ന് പോയിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ ഓളയും കൂടി എടുത്തുങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. വീട്ടിൽ ഉമ്മയും കുഞ്ഞാമ്മയും ഇല്ല. ഓലിന്ന് ഫിസിയോതെറാപ്പിനെ കാണിക്കാൻ വേണ്ടിയാണ്ട് പോയിക്കാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മളെ സ്വന്തം കോരിപ്പടി അങ്ങാടി കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇത് നമ്മൾ മുരിങ്ങാമുണ്ട ഇറക്കത്ത് കൂടെ ഇങ്ങനെ പോയിട്ടുള്ള റോഡാണ് കേട്ടോ, ഓരോ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡ്. അപ്പോൾ നമ്മൾ അവിടുന്ന് റിയമോളൊക്കെ എടുത്തും കണ്ട് അങ്ങനെ പോവാണ്. പിന്നെ എന്തൊക്കെയാണ്, നമ്മൾ കുറേ ആയിട്ടോ തണ്ണിക്കടവൊക്കെ പോയിട്ട് പോകണം എന്ന് എന്നും വിചാരിക്കും. പക്ഷെ പോവാൻ കൂടുതലില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലില്ല പോവാൻ. അതാണ് സംഭവം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ചെറുങ്ങാക്കാൻ്റെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോവാണ് കേട്ടോ. ബാക്കിൽ പല സൗണ്ടുകളും കേൾക്കും. ഓരോ പരിപാടികളിലാണ്. വോയിസ് ഓവറൊന്നും കൊടുക്കാൻ ഇപ്പോൾ സമയം കിട്ടലില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ ഇന്ന് കുറേ ദിവസമായി വീട്ടിൽ വെക്കേഷന് വന്നതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം കൂടി വരാമല്ലോ. നോമ്പിന് ഏതായാലും വന്ന് നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പോകുന്നതാണ് നിൽക്കാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും നാളെ പോവുകയാണ്. ഇക്കാൻ്റെ വീട്ടിൽ തന്നെ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇവിടേക്ക് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട്. പിന്നെ അത് അവിടെ എല്ലാവരും ഉണ്ട്. ഇനമോളുണ്ട്, നിഷുണ്ട്, റിയമോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മുല്ലപ്പൂവൊക്കെ കോർക്കുകയാണ് കേട്ടോ ഓര്. അപ്പോൾ ഇങ്ങനെ മാനിയൊക്കെ ഓരൊക്കെ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണ്. പിന്നെ നമുക്ക് ചെന്നൈക്കാൻ നമുക്ക് നെയ്യപ്പവും ചായയും തന്നിട്ട് അമ്മ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇതാ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ ജുബിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരെയൊക്കെ കാണാൻ വേണ്ടിയാണ്ട് പോവുകയാണ്. പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ കിഴമ്പൊന്നും പോന്നിട്ടില്ല. അമ്മ കുഞ്ഞാമ്മനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും രാവിലെ തന്നെ പോന്നിക്കാണ്. എന്നാൽ പിന്നെ വൈകുന്നേരം ഒരു വരാൻ നേരമാകുമ്പോഴത്തേനും പോകാമല്ലോ എന്ന് വിചാരിച്ചിക്കാണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയവും ഒക്കെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ വരുതാ നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ എന്താ ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയും കൂടി ആയപ്പോൾ അവരൊക്കെ പള്ളിക്കൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ വെച്ചാണ് കേട്ടോ. പിന്നെ ഒന്ന് നമ്മൾ ചെല്ലണ പറഞ്ഞിട്ടില്ലായിരുന്നു. പറയാതെയാണ് കേട്ടോ ഞാൻ പോയിക്കണത്. കാരണം വേറെ ഒന്നുമല്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളത് പരിക്കന്നല്ലേ പോകണത്. നമ്മളമ്മേൻ്റെ വരാറിന് നമ്മളെ വരമാതിരി തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഏതായാലും പോയി. അപ്പോൾ അവിടുന്ന് ഓൽക്ക് ചോറൊക്കെ തിന്നു കേട്ടോ. ചോറൊക്കെ തിന്ന് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അവിടുന്ന് പോരുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് നിങ്ങളൊന്ന് വിഷയമാക്കണ്ട. കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ ഒന്നും ഇപ്പോൾ സമയം കിട്ടലില്ല. കാരണം കുട്ടി അടങ്ങി കിടക്കൂല കേട്ടോ. അടങ്ങി നിൽക്കൂല എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കൂല എന്നല്ല, അടങ്ങി കിടക്കൂല. കുറച്ച് നേരം കളിച്ച് കിടന്നാൽ പിന്നെ തുടങ്ങുന്ന ഒരു. അപ്പോൾ പിന്നെ വോയിസ് ഓവറൊന്നും ശരിക്കും കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പണീൻ്റെ അടിയിലാണ് കേട്ടോ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്, നല്ല ജലദോഷം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിരിക്കണം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോട്ടെ. പിന്നെന്താ, അപ്പോൾ ഞാൻ സെംതാത്താൻ്റെ അടുക്കും പോയിന് കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ അമ്മേൻ്റെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാണ്ട് പിന്നെ സെംതാത്താൻ്റെ അടുക്ക് പോയി. അപ്പോൾ സെംതാത്തൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കൽ. നല്ല അടിപൊളി നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ് കേട്ടോ. ഈ വെള്ളമാണ് കേട്ടോ ഒരു കുടിക്കൽ. അപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. ഒരു വെള്ളം എടുക്കണ കാണാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഓരവിടെ നിന്നാണ് വെള്ളം കുടിക്കാനൊക്കെ എടുക്കൽ. നല്ല നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നും, കാരണം അത്ര നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ എന്താട്ടി സെംതാത്താനോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞങ്ങാണ്ട് ഞാൻ പിന്നെ ഉമ്മുട്ടിയാത്താൻ്റെ അടുക്ക് പോയി കേട്ടോ. ഉമ്മുട്ടിയാത്താൻ്റെ അവിടെ പോയി ഓലോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ബേബി എന്നായിരുന്നു ജുബി ഓട്ടോറിക്ഷയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ അവിടെ നിന്നുങ്ങാണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാക്ക മേമ്മക്കാക്കാനെ വിളിച്ചുങ്ങാണ്ട് ഞാനിത് പോകാൻ വേണ്ടിയിട്ട് റോട്ടുമ്മക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഞാൻ യാത്ര അയക്കാൻ വേണ്ടിയാണ്ട് ഒക്കെ റോട്ടുമ്മക്ക് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്നപ്പം പിന്നെന്താ എന്നത്തെയും പോലെ ചോറൊക്കെ വെച്ച് അതൊക്കെ കടന്നുറക്കുക, അതൊക്കെ തന്നെയല്ലേ പണി. നമ്മളിവിടെ ആകുമ്പോൾ നമുക്ക് നല്ല ഒച്ചയും പൊളിയും രസമാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ എല്ലാവരും അയലോക്കക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.